പ്രിയമുള്ളവരെ, ഒരു സന്തോഷകരമായ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇന്ന് 2024 ജൂൺ മാസം 3-ാം തീയതിയാണ്. ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മളിങ്ങനെ പച്ചിപ്പുള്ള നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ തണുപ്പുണ്ട്, അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളെപ്പോഴിറങ്ങിയാലും നല്ല തണുപ്പാണ്. ഈ പച്ചിപ്പുള്ള ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട്, ഈ തണുപ്പ് ഉള്ളതുകൊണ്ടായിരിക്കണം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കിളികൾ എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ നല്ല പാട്ടും പാടി ചിലച്ച് നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകാറുണ്ട്. അപ്പം ജൂൺ മാസം 3-ാം തീയതി ഇങ്ങനെ ശ്രദ്ധിച്ച സന്ദർഭത്തിൽ ഒരു കാര്യം കാണുകയുണ്ടായി. കാരണം നമ്മുടെ വീടിനകത്ത് നമ്മുടെ ജനാലയുണ്ട്. ജനാല ഈ കാറ്റ് കയറാനായിട്ട് അല്പം തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ കൊതുക് കയറാതിരിക്കുവാൻ വേണ്ടി മസ്കിറ്റോ നെറ്റ് വെച്ചിട്ടുണ്ട്. ഈ കതകിൻ്റെയും മസ്കിറ്റോ നെറ്റിൻ്റെയും ഇടയിൽ ആ ജനലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് രണ്ട് കുഞ്ഞു കിളികൾ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് ഈ ചെറിയ ചെറിയ പ്രത്യേകിച്ച് ഇവിടെ നെല്ലിയുണ്ട്. നെല്ലിയുടെ ഇല പോയ ആ ഇലയുടെ ആ തണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പം എല്ലാം ഇങ്ങനെ താഴോട്ട് പോരുകയാണ്. ഒന്നും അവിടെ നിൽക്കുന്നില്ല, ജനലിൻ്റെ കമ്പിയുടെ മേളിലല്ലേ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു പേപ്പർ എടുത്ത് ഞാനിങ്ങനെ അതിൻ്റെ താഴെ വെച്ച് കൊടുത്തു. അതിൻ്റെ സപ്പോർട്ടോടുകൂടി ഇന്നേ ദിവസം, അതായത് ജൂൺ മാസം 3-ാം തീയതി ഇത്രയും ചെറിയ ചെറിയ ചുള്ളികൾ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് നോക്കാം. വൈകുന്നേരം വരെ അതിൻ്റെ അധ്വാനമായിരുന്നു. ഇത് നാളെ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 6:30-ക്ക് മുമ്പ് തന്നെ അത് രണ്ട് കുഞ്ഞു കിളികളും വന്ന് അതിൻ്റെ അധ്വാനം ആരംഭിച്ചു, അതിൻ്റെ കൂടുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഓരോരോ കിളികൾ ഒരു തണ്ട് കൊണ്ടുവെക്കും, വീണ്ടും അത് പോകും, മറ്റേത് ആൺകിളി കൊണ്ടുവെക്കും, പിന്നെ പെൺകിളി കൊണ്ടുവെക്കും. ഇങ്ങനെ രണ്ട് കിളികളുടെ രാവിലെ മുതൽ 6:30-ക്ക് മുമ്പ് തന്നെ അതിൻ്റെ അധ്വാനം ആരംഭിച്ചു കഴിഞ്ഞു. 6:30 ആയപ്പോഴാണ് ഞാനിത് കാണുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം കിളികളെ കൊണ്ടുവന്ന് ഈ ചെറിയ ചെറിയ തണ്ടുകൾ അതിൻ്റെ കൂടുണ്ടാക്കാനായിട്ട് കൊണ്ടുവെക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഈ പേപ്പർ ഇന്നലെ എടുത്തു വെച്ചത് അതിൻ്റെ പ്രധാന കാരണം ഈ കൊണ്ടുവരുന്നതെല്ലാം ആ തണ്ടിൽ ജനലിൻ്റെ ആ കമ്പയിൽ കൊണ്ടുവെക്കുന്ന സന്ദർഭത്തിലെല്ലാം താഴെ പോവുകയാണ്. അപ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ ആ പേപ്പർ കൊണ്ടുവച്ചത്. നമുക്ക് ശ്രദ്ധിക്കാം. കിളി അതിൻ്റെ ചെറിയ ചുള്ളിയായിട്ട് വന്നു. രണ്ട് കിളികളുമുണ്ട്. എൻ്റെ ചുറ്റുപാടൊക്കെ അത് വന്ന് വീക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ മാറി ഇരിക്കുകയാണ്. എങ്കിലും അതിൻ്റെ കൂടുണ്ടാക്കുന്നതിനുള്ള അധ്വാനം അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് ഈ കൂടുണ്ടാക്കുന്നതിൻ്റെ 2-ാം ദിവസം നമുക്ക് അത്ര മനോഹരമായിട്ട് ഓരോ ചില്ലകൾ കൊണ്ടുവന്ന് വെച്ചത് കൂടുണ്ടാക്കുന്നത് വീണ്ടും വന്നത് വെച്ചിട്ട് പോന്നു. അപ്പോൾ 2-ാം ദിവസം വൈകിട്ട് ഇപ്പോൾ ഏതാണ്ട് 5:30 മണിയാകുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാന മിനുക്കുകളൊക്കെ ഈ കൂടിൻ്റെ നടത്തി കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നാളെ രാവിലെ തന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിവിടെ എത്തി അതിൻ്റെ കൂട് നിർമ്മാണം നടത്തുന്നതാണ്. ഓക്കെ, ഇത് 2-ാം ദിവസം വൈകിട്ടായപ്പോഴത്തേക്ക് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും അത് ക്രമീകരിച്ചു എന്നുള്ളതാണ്.